അച്ഛൻ പാപ്പ ഇട്ടോമി എൻ്റെ സുഹൃത്താണ്. ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്യണം. പൊതുവാളാണ് അല്ലേ? യെസ്. അതിലൊക്കെ ഇപ്പം എന്താ ഉള്ളത്? ജാതിയും മതവും ഇല്ലാത്തൊരു ലോകമാണ് ഇനി ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇതൊക്കെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റിയാൽ ഇന്നു മുതൽ ഭാവിയിൽ ജീവിക്കാം. ഹൗ ക്യൂട്ട്. ഇത് ആ റൂം. നീ എന്താ പെട്ടെന്ന്? പെട്ടെന്നൊന്നുമല്ലല്ലോ, രാവിലെ അവിടെ നിന്ന് പോകുന്നല്ലേ. May I help you? വേണ്ട, ഹെൽപ്പ് ചെയ്ത് തന്നെ ഭയങ്കര ധാരാളം. I can manage it. ഓൾ ഈ റൂം എടുത്തോട്ട്. അതെന്താ? അതിനകത്ത് എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതൊക്കെ ഞാൻ മാറ്റി വെച്ചോളാം. അതെടുക്കണ്ട, നിനക്കത് ലൂസായിരിക്കും. അച്ഛൻ്റെ മുറിയിലോട്ട് വെച്ചു. അച്ഛൻ എനിക്കൊരു ചായ ഇട്ടല്ലോ. ഓനിട്ടോളൂ. അച്ഛനെ കൂട്ടാണ് സഹായിക്കാൻ. ഓന് കടുക് ഇടാന്നറിയില്ല. ചായക്ക് എന്തിനാ കടുക്? ദോശ വേണ്ടേ? ദോശക്ക് എന്തിനാ കടുക്? ഇപ്പൊ ചട്നിയും വേണ്ടേ? അച്ഛൻ എനിക്കൊരു ചായ മതി, അത് ഓനിട്ടോളൂ. അച്ഛൻ എവിടെ ഇരുന്നേ? Nice house. കുഞ്ഞപ്പ, ഒരാഴ്ചയായിട്ട് കത്തൊന്നും കാണുന്നില്ലല്ലോ. ആരെ? സൗദാവ് കരൺ, സൗദാരൻ, നിന്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ്. സുധാരൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. കുറേ ലീവ് ഉണ്ടാ? അച്ഛൻ എത്ര ദിവസം വേണം അത്രയും കിട്ടും. പണി പോവില്ലേ? അച്ഛനല്ലേ പറഞ്ഞ നാടാണ് നല്ലത്, കഞ്ഞി കുടിച്ച് ജീവിച്ചാൽ മതി, അച്ഛനെ നോക്കണമെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ പോവില്ല. എന്തിന്? ഇപ്പൊ പണിയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. ഇവിടെ പണിയൊന്നും കിട്ടൂല. എന്നെ നോക്കാൻ കുഞ്ഞപ്പനില്ലേ? പിന്നെ ഞാനുള്ളതും റോബർട്ടുള്ളതും ഒരേപോലെ ആവില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ അച്ഛാ. പിന്നെ അതുമല്ല, അച്ഛൻ്റെ കൂടെ ആരെ വിട്ടാലും എനിക്കൊരു സമാധാനമില്ല. ഞാൻ തീരുമാനിച്ചു. ഓളെ ഒറ്റയ്ക്ക് തിരിച്ചു പോകും. ഓളിഞ്ഞ് പോകുന്നില്ല. ഞങ്ങളെ കല്യാണം കഴിക്കാനും തീരുമാനിച്ചു. Congratulations. എന്തിനാണ് എപ്പോഴും അതിനെ കൊണ്ട് നടക്കണ? അതൊന്ന് ഓഫ് ചെയ്ത് വെക്ക്. ഓഫ് ചെയ്ത് വെക്കാൻ ഇതെന്താ മെഷീനാ? ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നിനക്ക് പാട്ട് കേൾക്കണം. നമ്മൾ വിചാരിച്ചതിനേക്കാൾ മേലെയാണ് സിറ്റുവേഷൻ. വിളിച്ച് ഓഫ് ചെയ്ത് പറഞ്ഞാലോ? നോ, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സഡൻലി പിടിച്ചു കൊണ്ടു പോകുമ്പോൾ ഇറ്റ് വിൽ ബി എ ഷോക്ക്. പറഞ്ഞേ മനസ്സിലാക്കണം. പാപ്പാക്ക് മനസ്സിലാകും. പാവാണ്. We should be with him always.
ഹായ് കുഞ്ഞപ്പൻ. ഇതേതാ? പുതിയ റോബോട്ടാ? എൻ്റെ സുഹൃത്താണ്. Thank you. മിസ്റ്റർ ഭാസ്കരൻ, ഒരു രഹസ്യം പറയാനുണ്ട്. എന്ത് രഹസ്യം? മിസ്റ്റർ ഭാസ്കരൻ മക്കളോട് പോലും പറയാത്ത കാര്യമാണ്. കക്കൂസ് പോകുന്നു. കക്കൂസ് പോകാനായിട്ട് വാ. എനക്ക് ഗുഡ് ബൈ സുബ്രഹ്മണ്യൻ. ഇതാന്ന് ഞാൻ പറഞ്ഞത്. പിരി പോയിട്ടുണ്ട്. 10-35 വർഷമായിട്ട് എൻ്റെ കയ്യിലൊരു നൂല് പോലും കിട്ടി തന്നിട്ടില്ല. കുഞ്ഞപ്പൻ്റെ ജാതകം വരെ എഴുതിച്ചു. അല്ല, മാമനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഈ പ്രായത്തിൽ കളിക്കാൻ കൊടുക്കേണ്ട സാധനം നീ വാങ്ങിച്ചു കൊടുത്ത്. എനിക്ക് ദാഹിക്കുന്നു ബാബു. നീല ഇപ്പൊ കുടിച്ച് പ്രതികാര ദാഹം നായി. ആ കുഞ്ഞപ്പനെ ഞാൻ കൊല്ലും. ആ പേര് കേൾക്കുമ്പോ തന്നെ എന്തോ ഒഴുത്തേട്ട് വരും. ഞാൻ പയ്യന്നൂരിത് പോയി. ആ വീട് അവർ പൊളിച്ചു പണിയാന്ന്. പെട്ടെന്നായിട്ട് പറയാൻ പറ്റിയില്ല. പറഞ്ഞില്ലെങ്കിലും കണ്ടുപിടിക്കുന്ന അറിയാം. കുഞ്ഞപ്പ, ഇല്ലാത്ത സമയം ഉണ്ടാക്കി ചുപ്പനും ആ ഹിഡിമ്പിയും He told me. ആ എന്തേലും ആവട്ടെ, നിന്റെ അമ്മയൊന്നും അല്ലല്ലോ. ഇവിടെ വന്നത് എന്തിനാണ്? അറിയില്ല. ഹായ്.